അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ട്രക്കിയ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് പോർഷൻ ഇസ് എബൌട്ട് ദി ബ്രോങ്കായ്. നിങ്ങൾക്ക് പിക്ചറിനകത്ത് കാണാം, ഇതാ ചെറിയ ബ്രോങ്കസ് എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഈ ട്രക്കിയ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ബ്രോങ്കസായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ദ ലെവൽ ഓഫ് thoracic vertebrae the trachea divides into right and left primary bronchus which enter into the right and left lung. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രെ അവിടെ നിന്നാണ് എന്തായി മാറുന്നത്, കണ്ടോ, രണ്ടായിട്ട് മാറുന്നത്, രണ്ട് ഡിവിഷനായിട്ട് മാറും. ഈ ട്രക്കിയ റൈറ്റ് ലങ്ങിലോട്ടേക്കും ലെഫ്റ്റ് ലങ്ങിലോട്ടേക്കും പോകുന്ന രണ്ട് ഡിവിഷനായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ബ്രോങ്കസ് എന്ന് പറയുന്നത്. ആദ്യമായി ഡിവൈഡ് ചെയ്യുന്ന പോർഷനാണ് പ്രൈമറി ബ്രോങ്കസ് വിച്ച് എൻ്റർ ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്. ഓക്കെ, ദ റൈറ്റ് ബ്രോങ്കസ് ഇസ് മോർ വെർട്ടിക്കൽ, വൈഡർ ആൻഡ് ഷോർട്ടർ ദാൻ ദി ലെഫ്റ്റ്. അപ്പോൾ നമ്മളിതിന് രണ്ടിനെയും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ആയിരിക്കും കുറച്ച് ഷോർട്ടറാണ്, അതുപോലെ കുറച്ച് വൈഡറുമാണ്. ഓക്കെ, the main bronchi contain incomplete rings of cartilage lined by pseudostratified ciliated columnar epithelium. നമ്മൾ ട്രക്കിയയുടെ കേസിൽ പഠിച്ച പോലെ തന്നെയാണ് പ്രൈമറി ഇവിടെ വരുന്നത് ഇൻകംപ്ലീറ്റ് റിങ്സ് തന്നെയാണ് വരുന്നത്. ഇതാ ജസ്റ്റ് ചെറുതായിട്ട് നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, ഈ ട്രക്കിയ പോലെ തന്നെയാണ് മെയിൻ. ഇതാ കണ്ടോ, റൈറ്റ് മെയിൻ ബ്രോങ്കസ് കാണുന്നുണ്ടോ, അതുപോലെ ഇവിടെ ലെഫ്റ്റും മെയിൻ ബ്രോങ്കസ് കാണാം. അത് ഇതാ ഒരു ഹാഫ് സി ഷേപ്ഡ് സ്ട്രക്ചറുള്ള കാർട്ടിലേജസ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കുറേ പോർഷൻസ് കാണാവുന്നതാണ്, കാർഡിയാക് നോച്ചൊക്കെ. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ. ഓക്കെ, അപ്പോൾ അതും ലൈൻ ചെയ്തിരിക്കുന്നത് സ്യൂഡോസ്ട്രാറ്റിഫൈഡ് സീലിയേറ്റഡ് കൊളംനാർ എപ്പിത്തീലിയം. ഓക്കെ, അപ്പോൾ സീലിയയുടെ പ്രസൻറ്റ് എന്തിനായിരിക്കാം, എയറിനെയൊക്കെ പാസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. Then at the point where the trachea divides into right and left bronchi, an internal ridge called carina is present. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ടോ, ലൊക്കേഷൻ ഓഫ് കാരിന എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊസിഷനിലാണ് കാരിന, ഈ റൈറ്റും ലെഫ്റ്റുമായിട്ട് മാറുന്ന ആ പൊസിഷനിലാണ് ഒരു റിഡ്ജ് ഉള്ളത്. അത് കാരിന എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതെന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് ദി ഇൻഫീരിയർ പ്രൊജക്ഷൻ ഓഫ് ദ ലാസ്റ്റ് ട്രക്കിയൽ കാർട്ടിലേജ്. അപ്പോൾ ഈ ട്രക്കിയയ്ക്ക് കുറേ കാർട്ടിലേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ലാസ്റ്റ് കാർട്ടിലേജിൻ്റെ ചെറിയൊരു ഔട്ട് ഗ്രോത്ത് ആണ് ആ കാരിന. ഈ കാരിനയ്ക്കൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലും മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, ദാറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ് ആൻഡ് ട്രിഗർ ദി കഫ് റിഫ്ലെക്സ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ ലങ്സിലോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കാരിന എന്നാണ് ശരിക്കും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കാരിനാണ് ആക്ച്വലി എൻട്രൻസ് പറയണത്, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകുന്നത്. അപ്പോൾ ഈ കാരിനയുടെ അവിടെ എത്തുമ്പോൾ എന്ത് പറ്റും, കാരിന ഡിറ്റക്റ്റ് ചെയ്യും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഹൈലി സെൻസിറ്റീവാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ കാരിന ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യും, കഫ് റിഫ്ലെക്സ് ഉണ്ടാവും. അപ്പോൾ തന്നെ നമ്മൾ ചുമച്ച് അത് പുറത്തോട്ടേക്ക് പോവുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഫങ്ഷൻ. Okay, so it is a highly sensitive area that trigger the cuff reflex, that is carina. After entering the lungs, the main bronchi divide into secondary branch or lobar bronchi. Okay, one for each lobe of the lungs. അപ്പോൾ നമുക്ക് പ്രൈമറി ബ്രോങ്കൈ ആയിട്ട് നിൽക്കുകയാണ്. പ്രൈമറി ബ്രോങ്കസ് പിന്നെ സെക്കൻഡറി ആയിട്ട് മാറും. സെക്കൻഡറി ആയിട്ട് ലങ്സിന്, നമ്മുടെ രണ്ട് ലങ്സിനും ഡിഫറെൻറ്റ് ലോബ്സ് ഉണ്ട്. ആ ലോബിലോട്ടേക്കാണ് ഈ ഓരോ സെക്കൻഡറി ബ്രോങ്കസും പോയിട്ട് നിൽക്കുന്നത്. ഓക്കെ, സെക്കൻഡറി ബ്രോങ്കസ് ഓൾസോ നോൺ ആസ് ലോബാർ ബ്രോങ്കൈ. Okay, then secondary bronchi branches to form tertiary bronchi or segmental bronchi. The segmental bronchi again divides into bronchioles. They again divide repeatedly and form ടെർമിനൽ ബ്രോങ്കിയോൾ. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും അത് ഡിവിഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ഒന്നുള്ളത് രണ്ടായി, പിന്നെ രണ്ടുള്ളത് വീണ്ടും കൂടും, പിന്നെ അതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കുറേ ബ്രാഞ്ചസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ, ദിസ് എക്സ്റ്റെൻസീവ് ബ്രാഞ്ചിങ് റെപ്രസെൻറ്റിങ് ആൻ ഇൻവേർട്ടഡ് ട്രീ വിച്ച് ഈസ് കോൾഡ് ആസ് ബ്രോങ്കിയൽ ട്രീ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം, ഒരു മരം തല തിരിച്ച് വെച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മളൊരു ഇൻവേർട്ടഡ് ട്രീ ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ബ്രോങ്കിയൽ ട്രീ എന്ന് പറയും. ഓക്കെ,
അപ്പോൾ ബ്രോങ്കിയൽ ട്രീ സ്റ്റാർട്ട് ചെയ്യണത് പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷ്യറി ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ടെർമിനൽ ബ്രോങ്കിയോൾസ്. ഓക്കെ, ഇതാ ബ്രാഞ്ചിങ് ഓഫ് ബ്രോങ്കിയൽ ട്രീ ഫ്രം ട്രക്കിയ, മെയിൻ ബ്രോങ്കൈ ഉണ്ടായി, ലോബാർ ബ്രോങ്കൈ ഉണ്ടായി, സെഗ്മെൻ്റൽ ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് ആൻഡ് ലാസ്റ്റ് ഇസ് ദി ടെർമിനൽ ബ്രോങ്കിയോൾസ്. ഓക്കെ, ഇത്രയായിട്ട് മാറുകയാണ് ചെയ്യുക. ഇതിനാണ് നമ്മൾ ബ്രോങ്കിയൽ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ദി ലങ്സ്. ലങ്സ് എന്താ? അത് പെയർഡാണ്, കോൺ ഷേപ്ഡ് ഓർഗനാണ്. ഓക്കെ, ദെൻ പൊസിഷൻ പ്രസൻറ്റ് ഇൻ തൊറാസിക് ക്യാവിറ്റി. നമ്മൾ നേരത്തെ തൊറാസിക് ക്യാവിറ്റി കണ്ടിട്ടുണ്ട് ഹാർട്ടിൻ്റെ കാര്യത്തിൽ. സോ ഇതും ലങ്സും പ്രസൻ്റ് ആയിട്ടുള്ളത് തൊറാസിക് ക്യാവിറ്റിയിൽ തന്നെയാണ്. ദ 2 lungs are separated with heart and other structures in mediastinum. നമ്മൾ പിക്ചറിനകത്ത് കാണുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇതാ ഇവിടെ കാണുന്നില്ലേ, 2 ലങ്സ് ഉണ്ട്, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഏരിയ, ഇവിടെ ഒരു ഹോളായിട്ട് സ്ട്രക്ചർ കാണുന്നുണ്ടല്ലോ, അതാണ് ആക്ച്വലി ഹാർട്ടിൻ്റെ പൊസിഷൻ ഓർ മീഡിയാസ്റ്റിനം. ഓക്കെ, അപ്പോൾ ഹാർട്ടാണ് 2 ലങ്ങിനെയും ആക്ച്വലി ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, then each lung is enclosed and protected by a double layered serous membrane called pleural membrane. നിങ്ങൾക്ക് അറിയാണ്ടാവും, എല്ലാ ഓർഗനും ഇതുപോലെ ഒരു കവറിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും ലങ്സിനും ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിൻ്റെ ഡബിൾ ലെയേർഡ് കവറിങ് ആണ് സീറസ് മെംബ്രെയിൻ, ദാറ്റ് ഇസ് കോൾഡ് ആസ് പ്ലൂറൽ മെംബ്രെയിൻ. അതിൻ്റെ ഫങ്ഷൻ ഉണ്ട്. അതിൻ്റെ മുന്നേ 2 ലെയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 2 ലെയറിൽ ഒന്ന് പാരൈറ്റലും ഒന്ന് വിസറലും. So the 2 layers are parietal pleura and visceral pleura. Then അതിൻ്റെ ഇടയിലുള്ള ക്യാവിറ്റീനാണ് നമ്മൾ പറയണത് പ്ലൂറൽ ക്യാവിറ്റി, ആൻഡ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് പ്ലൂറൽ ഫ്ലൂയിഡ്. നമ്മൾ എല്ലാ തവണയും പഠിക്കണ പോലെ തന്നെ ആ പേര് പ്ലൂറൽ ക്യാവിറ്റി ആൻഡ് ദ ഫ്ലൂയിഡ് ഇസ് പ്ലൂറൽ ഫ്ലൂയിഡ്. ദെൻ ഫങ്ഷൻ ഉണ്ടാവുമല്ലോ, ഓഫ് കോഴ്സ് ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടാവും. ഇവിടെയും ഫങ്ഷൻ ഉണ്ട്. ഇറ്റ് റെഡ്യൂസസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ മെംബ്രെയിൻ അലോയിങ് ദം മൂവിങ് വൺ ആൻഡ് അതർ ഡ്യൂറിങ് ബ്രീതിങ്. നമ്മളറിയാം, ബ്രീത്ത് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ ലങ്സ് കോൺട്രാക്ഷനും റിലാക്സേഷനും ഉണ്ടാവും. അപ്പോൾ ഈ കോൺട്രാക്ഷനും റിലാക്സേഷനും ഉണ്ടാകുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ലെയറിൻ്റെയും ഇടയിലുള്ള ഈ ലിക്വിഡ് ഹെൽപ്പ് ചെയ്യണത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് എ 2 മെംബ്രെയിൻ ടു അഡ്ഹിയർ വൺ അനദർ ബൈ എ ഫിനോമിനൻ കോൾഡ് ആസ് സർഫേസ് ടെൻഷൻ. സപ്പോസ് ചിലപ്പോൾ എന്ത് പറ്റും, ഈ 2 ലെയേഴ്സും തമ്മിൽ അഡ്ഹിയർ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. 2 പേരും കൂടി ഒട്ടിപ്പിടിച്ച് പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവില്ല, പ്രോപ്പർ ഫങ്ഷനിങ് നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ 2 ആളും തമ്മിൽ അഡ്ഹിയർ ചെയ്യാതെ ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ലിക്വിഡ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 2 ഫങ്ഷനാണുള്ളത്. ഒന്ന് എന്താണ്, ഫ്രീ മൂവിങ്ങിനും, രണ്ടാമത് രണ്ടും തമ്മിലുള്ള അഡ്ഹിയർ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ, ദെൻ ഇനി ലങ്സിൻ്റെ പോർഷനാണ് നമ്മൾ പറയണത്. ദ ബ്രോഡ് ഇൻഫീരിയർ പോർഷൻ ഓഫ് ദ ലങ് ഈസ് കോൾഡ് ആസ് ദ ബേസ്, ദാറ്റ് ഈസ് ഓവർ ദ ഏരിയ ഓഫ് ഡയഫ്രം. അപ്പോൾ ബ്രോഡ് പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുക, താഴത്ത് കാണുന്ന ബ്രോഡ് പോർഷനാണ് ബേസ്, മുകളിൽ കാണുന്നത് എപ്പെക്സ്. നമ്മൾ എപ്പെക്സും ബേസും ഹാർട്ടിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ എപ്പെക്സും ബേസും വരുന്നുണ്ട്. അപ്പോൾ ബ്രോഡ് പോർഷനാണ് ബേസ്. ഞാൻ പിക്ചർ കാണിച്ചു തരാം. നാരോ പോർഷൻ, സുപ്പീരിയർ നാരോ പോർഷൻ ഈസ് ദി എപ്പെക്സ്. ഓക്കെ, ദെൻ ഹൈലം. നമ്മൾ എല്ലാ തവണയും പഠിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഹൈലം. ലങ്സിനകത്തേക്കുള്ളൊരു ഓപ്പണിംഗ് ആണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആരൊക്കെ പോകുന്നത്, ട്രക്കിയ, ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ് സപ്ലൈ. ഓക്കെ, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്ന ഒരു പോർഷൻ തന്നെയാണ് ഹൈലം. ഇറ്റ് ഇസ് ആൻ ഓപ്പണിംഗ്. ദെൻ medially the left lung contain a concavity called cardiac notch for accommodating the heart. ശരിക്കും നമ്മുടെ ഹാർട്ട് ബോഡിയുടെ ലെഫ്റ്റ് സൈഡിലോട്ടേക്കല്ലേ നിൽക്കുന്നത്. മീഡിയൽ പോർഷനും സ്ലൈറ്റ്ലി ലെഫ്റ്റ് പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെഫ്റ്റ് ലങ്ങിൻ്റെ ഉള്ളിലോട്ടേക്കാണ് ഹാർട്ടിൻ്റെ പോർഷൻ ഉള്ളത്. അപ്പോൾ ഈ ഹാർട്ട് നിൽക്കുന്ന ഏരിയനെയാണ് നമ്മൾ പറയണത് കാർഡിയാക് നോച്ച്. ഓക്കെ, അപ്പോൾ ഈ ഹാർട്ട് നിൽക്കാനുള്ള ഒരു ചെറിയൊരു ഏരിയ ലങ്സിനകത്ത് നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. അത് ലെഫ്റ്റ് ലങ്ങാണ്. ലെഫ്റ്റ് ലങ്ങിൽ നിന്നാണ് കുറച്ച് ഏരിയ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് ലങ്ങിനെക്കാട്ടും 10% ലെഫ്റ്റ് ലങ് ചെറുതായിരിക്കും. അപ്പോൾ റൈറ്റാണ് ആക്ച്വലി വലുത്, ലെഫ്റ്റ് ചെറുതാണ്. ലെഫ്റ്റ് ചെറുതാവുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റിൻ്റെ ഉള്ളിലാണ്, ലെഫ്റ്റ് ലങ്ങിൻ്റെ ആ പോർഷനിലാണ് ശരിക്കും നമ്മുടെ ഹാർട്ട് വരുന്നത്. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ പൊസിഷനും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റൈറ്റിൻ്റെ അത്രയും വലുപ്പം ലെഫ്റ്റ് ലങ്ങിന് ഉണ്ടാവില്ല. 10% സൈസ് കുറവാണ്. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണാം. കാർഡിയാക് നോച്ച് കാണുന്നുണ്ടോ? ലെഫ്റ്റ് ലങ്ങിൻ്റെ മുകളിലാണ് കാർഡിയാക്
എവിടെയൊക്കെ വെച്ചാൽ മുകളിൽ എപ്പെക്സ് കാണാം, താഴെ ബേസ് കാണാം. പോയിൻറ്റഡ് എഡ്ജ് ആണെങ്കിൽ എപ്പെക്സ് ആണ്, പിന്നെ ബേസ്. ഓക്കെ, ദാ ഹൈലം കാണുന്നുണ്ട്, ഡിഫറെൻറ്റ് ലോബ്സ് ഉണ്ട്, ഇപ്പോൾ പറഞ്ഞുതരാവേ. ദെൻ നമ്മുടെ ലങ്സ് എവിടെയാണ്? തൊറാസിക് ക്യാവിറ്റീൻ്റെ ഉള്ളിലാണുള്ളത്. നിങ്ങൾക്കറിയാം ദ അപ്പെക്സ് ഓഫ് ദ ലങ് ലൈസ് സുപ്പീരിയർ ടു ദി ക്ലാവിക്കിൾ. ക്ലാവിക്കിൾ നമ്മുടെ ബ്യൂട്ടി ബോൺ, ആ ക്ലാവിക്കിളിൻ്റെ ഏതാണ്ട് സുപ്പീരിയർ പോർഷൻ വരെയാണ് ഇതിൻ്റെ എപ്പെക്സ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും വലുപ്പമുണ്ട് ആക്ച്വലി നമ്മുടെ ലങ്സിന്. ആൻഡ് ദി ആൻറ്റീരിയർ പോർഷൻ ആൻഡ് ദ ലാറ്ററൽ സർഫസ് ടുവേർഡ്സ് ദി റിബ്സ്. അപ്പോൾ ഫ്രണ്ടിൽ ഏതായിരിക്കും? റിബ്സാണ്. മുകളിൽ വരുന്നത് ക്ലാവിക്കിളാണ്. ദ ബേസ് ഓഫ് ദ ലങ് ഫ്രം ദ 6 കോസ്റ്റൽ കാർട്ടിലേജ് ആൻറ്റീരിയർലി പോസ്റ്റീരിയർലി വിത്ത് സ്പൈനസ് പ്രോസസ് ഓഫ് ദ 10th thoracic vertebrae. ഓക്കെ, കോസ്റ്റൽ കാർട്ടിലേജ് നമ്മൾ സ്കെലറ്റൽ സിസ്റ്റം പഠിച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ കാർട്ടിലേജസ് ഒക്കെ പ്രസൻ്റ് ആണ് നമ്മുടെ തൊറാസിക് റിബ് കേജിൽ. ഓക്കെ, അപ്പോൾ ഈ റിബ് കേജിൻ്റെ ഉള്ളിലാണ് ആക്ച്വലി ആരുള്ളത്? ഈ ലങ്സ് ഉള്ളത്. അപ്പോൾ ടോട്ടലി റിബ് കേജിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പ്രോപ്പർ പൊസിഷൻ. എന്നിട്ട് അതിൻ്റെ ബാക്കി ഏരിയ പറയണമെന്നുള്ളൂ. കോസ്റ്റൽ കാർട്ടിലേജ് 6th കോസ്റ്റൽ കാർട്ടിലേജ് ബാക്കിൽ ആരായിരിക്കും? സ്പൈനസ് പ്രോസസ് ഓഫ് ദ 10th thoracic vertebrae. തൊറാസിക് റീജിയനിലാണ്. അപ്പോൾ 10th thoracic vertebrae ആണ് പുറകിൽ വരുന്നത്, ബേസ് ഓഫ് ദ ലങ്സ്. ഓക്കെ, ദെൻ ആ ലങ്സിൻ്റെ മുകളിൽ കൂടെയുള്ള കവറിങ് ആണ് പ്ലൂറ. അപ്പോൾ അത് 5 cm ബിലോ ദ ബേസ് ആണ്. ബേസിൽ നിന്നും വീണ്ടും 5 cm താഴത്തോട്ടേക്കാണുള്ളത്. 6th കോസ്റ്റൽ കാർട്ടിലേജ് ആൻറ്റീരിയർലി ടു ദ 12th റിബ് പോസ്റ്റീരിയർലി. ഇവിടെ നമുക്ക് ബേസ് എന്ന് പറയുന്നത് 10th thoracic vertebrae ആണ്. അതിൻ്റെയും താഴത്ത് 12th റിബ് ആണ് താഴത്തോട്ടേക്ക് ആര് വരുന്നത്? പ്ലൂറൽ പോർഷൻ വരുന്നത്. അപ്പോൾ ടോട്ടലി നമുക്ക് എത്ര റിബാണുള്ളത്? 12 pairs അല്ലേ? അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്ത് വരെയാണ് ഈ പ്ലൂരയും കൂടെ നിന്നിട്ടാണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ലോബ്സ് ഉണ്ട്, ഫിഷേഴ്സ് ഉണ്ട്, ലോബ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഫിഷേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വലി ഫിഷേഴ്സാണ് ലങ്സിനെ ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇത് അവിടെ നിങ്ങൾക്ക് പിക്ചർ കാണാം. ഹൊറിസോണ്ടൽ ഫിഷ്, ഒബ്ലിക് ഫിഷർ എന്ന് പറഞ്ഞിട്ട് പേര് കാണാം. അപ്പോൾ ഈ ഫിഷേഴ്സ് ദാറ്റ് സെപ്പറേറ്റ്സ് ഓർ ഡിവൈഡ് ദ ലങ് ഇൻ ടു ലോബ്സ്. ബോത്ത് ലങ് ഹാവ് ഒബ്ലിക് ഫിഷർ, ദ റൈറ്റ് ലങ് ഹാസ് എ ഹൊറിസോണ്ടൽ ഫിഷർ. രണ്ട് ലങ്സിനും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? ഒബ്ലിക് ഫിഷർ രണ്ടിനും കോമൺ ആണ്. അതായത് നിങ്ങൾക്ക് കാണാം ഇവിടെ റൈറ്റ് ലങ്ങിലും ഒരു ഒബ്ലിക് ഫിഷർ ഉണ്ട്, ലെഫ്റ്റ് ലങ്ങിലും ഒബ്ലിക് ഫിഷർ ഉണ്ട്. പക്ഷേ റൈറ്റിൽ മാത്രമാണ് ഒരു ഹൊറിസോണ്ടൽ ഫിഷർ എക്സ്ട്രാ ഉള്ളത്. അപ്പോൾ ഇൻ കേസ് ഓഫ് ലങ്സ് നമ്മുടെ ലെഫ്റ്റ് ലങ്ങിന് 2 ലോബും റൈറ്റ് ലങ്ങിന് 3 ലോബും ആയിരിക്കും ഉണ്ടാവുക. 3 ലോബ് ഉണ്ടാവാൻ കാരണം റൈറ്റിൽ ഒരു ഒബ്ലിക് ഫിഷറുണ്ട്, ഒരു ഹൊറിസോണ്ടൽ ഫിഷറും പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒബ്ലിക് ഫിഷർ ആക്ച്വലി സുപ്പീരിയർ ലോബായിട്ടും ഇൻഫീരിയർ ലോബായിട്ടുമാണ് ഡിവൈഡ് ചെയ്യുന്നത് ലങ്സിനെ. ഇവിടെ അങ്ങനെ തന്നെ ഒബ്ലിക് ഫിഷർ സുപ്പീരിയർ ഇൻഫീരിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഹൊറിസോണ്ടൽ ഫിഷർ എന്ത് ചെയ്യും? ഇൻഫീരിയർ ലോബ് ഉണ്ടല്ലോ, ഈ ഇൻഫീരിയർ ലോബിനെ ഒരു മിഡിൽ ലോബുമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഫീരിയർ ലോബ് വിത്ത് ദി മിഡിൽ ലോബ്. ഓക്കെ, ഇതവിടെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ മിഡിൽ ലോബ്. അപ്പോൾ മിഡിൽ ലോബിനെയും ഇൻഫീരിയർ ലോബിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ആളാണ് ഒബ്ലിക് ഫിഷർ. സുപ്പീരിയറിനെയും ഇൻഫീരിയറിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ ഫിഷർ. ഇവിടെ നോക്കിയാൽ മതി, സുപ്പീരിയറും ഇൻഫീരിയറും ഒബ്ലിക്ക്. ഈ ഒബ്ലിക്കിൻ്റെ അപ്പോൾ ഒബ്ലിക്ക് ഒന്നും കൂടെ വളഞ്ഞ രീതിയിലാണ് ഇവിടെ വരുന്നത്. ദെൻ വീണ്ടും എന്ത് പറ്റും? ഒരാളും കൂടെ വരുന്നുണ്ട്. ഈ പിക്ചർ ഒന്ന് പഠിച്ചു വെക്കുക. ലങ്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിഷേഴ്സിൻ്റെ കാര്യമെല്ലാം എഴുതി വയ്ക്കണം. ഓക്കെ, സോ ഈച്ച് ലോബ് റിസീവ്സ് ഇറ്റ്സ് ഓൺ സെക്കൻഡറി ബ്രോങ്കൈ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് വരുന്ന ബ്രോങ്കൈ ഓരോ ലോബ്സിൻ്റെയും ഉള്ളിലോട്ടേക്കാണ് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓൺ സെക്കൻഡറി ബ്രോങ്കൈ. ദെൻ അപ്പോൾ എന്തുണ്ടാവും? റൈറ്റിനകത്ത് 3 സെക്കൻഡറി ബ്രോങ്കൈ കയറും, ലെഫ്റ്റിനകത്താണെങ്കിൽ 2 സെക്കൻഡറി ബ്രോങ്കൈ കയറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാർ തന്നെയാണ് സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ സെക്കൻഡറി ബ്രോങ്കൈ. ഓക്കെ, അതെവിടെയായിരിക്കും? 3 എണ്ണം വരുന്നുണ്ടെങ്കിൽ റൈറ്റിലായിരിക്കും സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ സെക്കൻഡറി ബ്രോങ്കൈ. ലെഫ്റ്റിലാണെങ്കിൽ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ സെക്കൻഡറി ബ്രോങ്കൈ. 2 പേര് മാത്രമേ ഉണ്ടാവൂ. റൈറ്റിലാണെങ്കിൽ ഒരു മിഡിലും കൂടെ വരും. റെഡി? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ്
With the lungs, the secondary bronchi gives rise to each lung have 10 tertiary bronchi. അപ്പോൾ സെക്കൻഡറി ബ്രോങ്കൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ടേർഷറി ബ്രോങ്കൈ. ഹാർഡ്ലി 10 ടേർഷറി ബ്രോങ്കൈ ആണ് ഓരോ ലങ്സിനകത്തും കാണുന്നത്. ദെൻ ബ്രോങ്കോ പൾമോണറി സെഗ്മെൻറ്റ് അതെന്ന് വെച്ചാൽ ഈ ടേർഷറി ബ്രോങ്കൈ പോയിട്ട് കുറച്ച് ഏരിയയിലോട്ടേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സെഗ്മെൻറ്റ് സപ്ലൈഡ് ബൈ ദിസ് ടേർഷറി ബ്രോങ്കൈ. ഈ ടേർഷറി ബ്രോങ്കൈ സപ്ലൈ ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ പറയുന്നത് ബ്രോങ്കോ പൾമോണറി സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഈ ബ്രോങ്കോ പൾമോണറി സെഗ്മെൻറ്റ് ഇഷ്ടംപോലെ കമ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് മാറുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയുക ലോബ്യൂൾസ്. നമ്മൾ ലോബ്യൂൾസ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പാർട്ട്മെൻറ്റ് മോഡലായിട്ട് വീണ്ടും വീണ്ടും ചെറുതാവാണ് ചെയ്യുന്നത്. They are called as the lobules, and the terminal bronchioles subdivide small branches called respiratory bronchioles. അപ്പോൾ നമ്മൾ ആ ബ്രോങ്കിയൽ ട്രീയിൽ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഓരോരോ ചെറിയ ചെറിയ ലോബ്യൂൾസ് ആയിട്ട് മാറിയിട്ട് അതിനകത്തോട്ടേക്ക് ഈ ടെർഷ്യറി ബ്രോങ്കിയോൾസും പിന്നെയും വരുന്ന ബ്രോങ്കിയോൾസ് എല്ലാം എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിവിടെ നമുക്ക് ഈസിക്ക് വേണ്ടി പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പേര് പറഞ്ഞു വെക്കുന്നുണ്ട്. ബ്രാഞ്ചിങ് ഓഫ് ട്രക്കിയ ഇൻറ്റു പ്രൈമറി ബ്രോങ്കിയോലസ് കോൾഡ് ആസ് ഫസ്റ്റ് ഓർഡർ ബ്രാഞ്ചിങ്. ഡയറക്റ്റ്ലി എന്ന് വെച്ചാൽ പ്രൈമറി ആയിട്ട് മാറുകയാണ് ചെയ്യുക. പ്രൈമറി ആയി മാറുന്നതിനാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. പ്രൈമറി സെക്കൻഡറി ആയിട്ട് മാറുന്നതിന് സെക്കൻഡ് ഓർഡർ എന്ന് പറയും. അപ്പോൾ സെക്കൻഡറി തേർഡായിട്ട് മാറുന്നതിന് ടേർഷറി. അങ്ങനെ നമുക്ക് എത്രാമത്തെ ഓർഡർ ആണെന്ന് കേട്ടാൽ ഏതാണ്ട് മനസ്സിലാവും ലങ്സിൻ്റെ എത്ര ഉള്ളിലോട്ടേക്ക് എത്തി എന്നുള്ളത്. കാര്യം റെഡിയാണോ? പ്രൈമറി സെക്കൻഡറി ആവുന്നതിന് ട്രക്കിയ ഇൻറ്റു പ്രൈമറി. ഫസ്റ്റിൽ പ്രൈമറി ആയിട്ട് മാറും, അത് ഫസ്റ്റ് ഓർഡർ. സെക്കൻഡറി ആവുന്നതിന് സെക്കൻഡ് ഓർഡർ. ടേർഷറി ആവുന്നതിന് തേർഡ് ഓർഡർ. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം.